കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സ്വെൽസ് 4 ഇക്വേഷൻസ് ആണ് പഠിച്ചത്. അതായത് ഡിറൈവ് ദ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡിറൈവ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫ്രീ സ്പേസ് എന്ന് ചോദിച്ചാൽ, അതായത് ഡിറൈവ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ വാക്വം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും ഒന്ന് പറയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. Maxwell's equation clearly indicates that a varying electric field produces magnetic field and varying magnetic field produces varying electric field എന്നാണ് ഇവിടെ. ഓക്കെ, ദിസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. നമ്മൾ കഴിഞ്ഞ ഒരു കാര്യം കണ്ടതാണ്. മാക്സ്വെൽ predicted that time varying electric field produces magnetic field and magnetic field also produces electric field. They are very close to each other. When the time varying electric field give rise to varying magnetic field and the varying magnetic field again produce electric field and the process continues. Thus the time varying electric field and the magnetic field are coupled and propagate in free space as electromagnetic wave. The electromagnetic waves travel with the velocity of light. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഒരു പ്രത്യേകതയാണ് ദേ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ ഇ എം വേവിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ പ്രോസസ് കണ്ടിന്യൂസ് and they couple each other and propagate as an electromagnetic wave, and the velocity of electromagnetic wave is same as that of light. ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് എ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതേപോലെ they are mutually perpendicular and also perpendicular to the direction of propagation. Then Maxwell's equations in vacuum, ഇതാണ് നമ്മുടെ ടോപ്പിക്. Maxwell's equation in free space or vacuum. ആദ്യം നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതുന്നു. del dot D is equal to rho, first equation. Del dot B is equal to 0, second equation. Del cross E is equal to minus dou B by dou T, third equation. And del cross H is equal to J plus dou D by dou T, fourth equation. ഈ 4 ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്? മാക്സ്വെൽസ് ഇക്വേഷൻ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം, ഇൻ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിലാണെങ്കിൽ ഈ എഴുതിയേക്കുന്നതിനകത്ത് കുറേ ടേംസ് അങ്ങ് 0 ആയി മാറും. അതായത് ചാർജ് ഡെൻസിറ്റി റോ 0 ആണ്, കറണ്ട് ഡെൻസിറ്റി J 0 ആണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇൻ ഫ്രീ സ്പേസ് റോ ഈസ് ഈക്വൽ ടു 0, J ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതൊക്കെയാണ് അടുത്ത് എഴുതിയേക്കണം. നോക്കിക്കേ, ഇൻ ഫ്രീ സ്പേസ് ആൾസോ കണ്ടക്ടിവിറ്റി സിഗ്മയും 0 ആണ്, J 0, റോ 0. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ റെഡ്യൂസേഴ്സ് ടു, മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എന്നുള്ള സ്ഥലത്ത് 0 ആയി മാറും. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ആ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നുള്ളിടത്ത് ജെയുടെ വാല്യൂ 0 ആവും, അങ്ങനെ ഡോ ഡി ബൈ ഡോ ടി എന്നാവും. ദീസ് 4 ഇക്വേഷൻസ് ആർ നോൺ ആസ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫ്രീ സ്പേസ്. ഇൻ എഴുതുന്ന 4 ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്? മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഫ്രീ സ്പേസ് ചോദിച്ചാൽ ഈ വാല്യൂസ് ഒക്കെ 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇൻ ഫ്രീ സ്പേസ് J ഈസ് ഈക്വൽ ടു 0, റോ ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഈസ് ഈക്വൽ ടു 0. ദെൻ മാക്സ്വെൽസ് ഇക്വേഷൻ ബിക്കംസ് del dot D is equal to 0, del dot B is equal to 0, del cross E is equal to minus dou B by dou T and del cross H is equal to dou D by dou T. These equations are called Maxwell's equations in free space. ഈ 4 ഇക്വേഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിക്കാൻ പോണേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. അപ്പോൾ അടുത്തൊരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ആ ഒരു ഡെറിവേഷൻ എഴുതണമെങ്കിൽ ഈ ഇക്വേഷനാണ് ആവശ്യം. അല്ലാതെ നമ്മൾ ആദ്യം എഴുതിയ മാക്സ്വെൽസ് ഇക്വേഷൻ അല്ല. മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് എഴുതിയിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ഹെഡിങ് നോക്കിക്കേ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നാണ് ഹെഡിങ്. അപ്പോൾ വി ഹാവ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. ഈ ഇക്വേഷനാണ് ഈ എഴുതിയേക്കുന്നത്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. അതായത് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് ഒന്നുകൂടെ എഴുതണം. ഇനി ആദ്യത്തെ 2 ഇക്വേഷനെ നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 0 ആണ് റൈറ്റ് സൈഡ്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ചെയ്യാനൊക്കെ പോകുന്നത്.
ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ബട്ട് വി നോ ദാറ്റ് ഇൻ വാക്വം ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിയുടെ ഇക്വേഷൻ എപ്സിലോൺ 0 ഇ ആണ്. അതേപോലെ ബിയുടെ ഇക്വേഷൻ മ്യൂ 0 എച്ച്. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ ആൻഡ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം എഴുതേണ്ടി വരുന്ന ഇക്വേഷൻസ് ആണ്. Substituting the values in the above equation, we get del dot E is equal to 0, del dot H is equal to 0. അതായത് ഈ ഡിയുടെ സ്ഥലത്ത് എപ്സിലോൺ 0 ഇ കൊടുക്കണം, ബിയുടെ സ്ഥലത്ത് മ്യൂ 0 എച്ച് കൊടുക്കണം. ഇവിടെ എപ്സിലോൺ 0 ഇ കൊടുക്കുമ്പോൾ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ മ്യൂ 0 എച്ച് കൊടുക്കുമ്പോൾ ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷനായിട്ട് എഴുതിയേക്കുന്നത്. അടുത്ത ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഡോ എച്ച് ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ദാ ഈ ഡിയുടെയും ബിയുടെയും സ്ഥലത്ത് എപ്സിലോൺ 0 ഇയും മ്യൂ 0 എച്ചും കൊടുക്കുമ്പോൾ വരുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. അടുത്ത ഈ രണ്ട് ഇക്വേഷനെ ഇനി നമ്മളിവിടെ തൊടുന്നില്ല, കാര്യം 0 ആയതുകൊണ്ട്. അടുത്ത ടേക്കിംഗ് ദ കേൾ ഓഫ് ദി ഇക്വേഷൻ 3. ഈ 3 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ കേൾ എടുക്കുകയാണ്. അതായത് ഡെൽ ക്രോസ് എന്ന് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഡോ ബൈ ഡോ ടി. ഇതിനകത്ത് ഡെൽ ക്രോസ് എച്ച് എന്ന് എഴുതിയാൽ മതി. ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി. ഓക്കെ, വാട്ട് ഈസ് ഡെൽ ക്രോസ് എ? ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ. ഇത് ഡെല്ലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഡെല്ലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിക്കാനുള്ളതാണ്. ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ. അതേപോലെ ഇതെങ്ങനെ വരും? ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ എ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ മൈനസ് മ്യൂ 0, ഈ റൈറ്റ് സൈഡ് അതുപോലെ എഴുതിയേക്കുന്നു. ഇവിടെ ഡെൽ ഡോട്ട് ഇ 0 ആണ്, ഇതാ എഴുതി വെച്ചേക്കുന്നു. ഡെൽ ഡോട്ട് ഇ 0 ആണെന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് ഈ ടേം 0 ആയി മാറും. ബാക്കി മൈനസ് ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി. ഇത് അതുപോലെ എഴുതിയിട്ടുണ്ട്. അടുത്ത മൈനസും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡെൽ സ്ക്വയർ ഇ മ്യൂ 0 ഡെൽ ക്രോസ്. ഇപ്പോഴും ഈ ഇക്വേഷന് മാറ്റമൊന്നുമില്ല, റൈറ്റ് സൈഡിന് മാറുന്നില്ല. ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഡോ ബൈ ഡോ ടീനെ പുറത്തെടുത്തു. ഡെൽ ക്രോസ് എച്ച്, ഇത് നമുക്ക് ആദ്യം വേണമെങ്കിലും ഡോ ബൈ ഡോ ടീനെ പുറത്തെടുത്തിട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് എഴുതി വരാൻ പറ്റും. ദെൻ ഡെൽ ക്രോസ് എച്ചിൻ്റെ വാല്യൂ എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഇത് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നു. ദെയർഫോർ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഇ ബൈ ഡോ ടി. ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. Therefore del square is equal to mu 0 epsilon 0 ഡോ ബൈ ഡോ ടി ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. ഇത് നിങ്ങൾ എഴുതി തന്നെ നോക്കണമെങ്കിലേ ഇതൊക്കെ കിട്ടുന്ന മനസ്സിലാകത്തുള്ളൂ. ഡെൽ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു മ്യൂ 0. അതേപോലെ ഇക്വേഷൻ നമ്പർ 4ൻ്റെയും ഡെൽ ക്രോസ് എടുക്കണം. ഡെൽ ക്രോസ് എച്ച് എടുത്ത് ചെയ്തു വരുമ്പോൾ ഇവിടെ ഈ കിട്ടിയതുപോലെ ഇവിടെ എന്ത് കിട്ടും? ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി. അതായത് ഇയുടെ സ്ഥലത്ത് എച്ച് ആകും. അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3യുടെ കേൾ എടുത്താൽ ഇങ്ങനെ കിട്ടും, ഇക്വേഷൻ നമ്പർ 4ൻ്റെ കേൾ എടുത്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഇത് രണ്ടും വേവ് ഇക്വേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. അതേപോലെയാണിത്. ഡെൽ സ്ക്വയർ സൈക്ക് പകരം ഇന്നും എച്ച് എന്നും കിടക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇയും എച്ചും വേവായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കാര്യം ഇതിന് വേവ് ഇക്വേഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇയും എച്ചും വേവ് ആണ് എന്നുള്ളത്. ഇക്വേഷൻ 8 and 9 tells us that E and H propagate as waves. ഇയും എച്ചും വേവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. എങ്ങനെ മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ ഇത് വേവ് ഇക്വേഷന് സിമിലർ ആണ്. Therefore, comparing the wave equation, del square u psi എന്ന് എഴുതിയാലും ശരിയാണ്. del square psi is equal to 1/v square ഡോ സ്ക്വയർ psi by ഡോ ടി സ്ക്വയർ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/v സ്ക്വയറിൻ്റെ സ്ഥലത്ത് കിടക്കുന്നതാണ് ആര്? മ്യൂ 0 എപ്സിലോൺ 0. 1/v സ്ക്വയർ is equal to മ്യൂ 0 എപ്സിലോൺ 0. തിരിച്ച് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ v സ്ക്വയർ is equal to 1/mu 0 epsilon 0. v is equal to 1 root of mu 0 epsilon 0. mu 0യുടെ വാല്യൂ 4 pi into 10 raised to minus 7. എപ്സിലോൺ 0യുടെ വാല്യൂ 8.85 into 10 raised to minus 12. ഈ രണ്ട് വാല്യൂ ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് 3 into 10 raised to 8 meter per second എന്ന് v കിട്ടും. Therefore, electromagnetic wave travel with the velocity of light. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? EM wave propagate with the velocity of light. ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ഇ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ ഫ്ലോ ഓഫ് എനർജി. വെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ഇൻ വാക്വം ദേ ക്യാരി എനർജി ആൻഡ് മൊമെൻറ്റം. നമുക്കറിയാം ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എനർജി മൊമെൻറ്റവും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, എനർജി ഡെൻസിറ്റി ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് UM ഇസ് ഈക്വൽ ടു ഹാഫ് മ്യൂ 0 എച്ച് സ്ക്വയർ. ഈ വാല്യൂ കാണാതെ പഠിച്ചാൽ മാത്രം മതി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത പോയിൻറ്റിംഗ് വെക്റ്റർ ആൻഡ് പോയിൻറ്റിംഗ് തിയറം.
ശ്രദ്ധിച്ചേ, പോയിൻറ്റിംഗ് വെക്റ്റർ. വെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ ട്രാവലിംഗ് ഇൻ സ്പേസ്, ഒരു EM വേവ് സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഈ വേർഡ് ശ്രദ്ധിച്ചേക്കാം. പോയിൻറ്റിംഗ് വെക്റ്റർ എന്ന് വെച്ചാൽ ഒരു EM വേവിൻ്റെ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ വെക്റ്റർ നോൺ ആസ് പോയിൻറ്റിംഗ് വെക്റ്റർ. അതായത് ഒരു EM വേവിൻ്റെ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് എന്ത്? പോയിൻറ്റിംഗ് വെക്റ്റർ. അത് S=E×H. പോയിൻറ്റിംഗ് വെക്റ്റർ S=E×H എന്നാണ് എഴുതേണ്ടത്. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ വെബർ പെർ മീറ്റർ സ്ക്വയർ. ദ പോയിൻറ്റിംഗ് വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് E and H and is therefore along the direction of pointing vector is perpendicular to both E and H. അടുത്ത പോയിൻറ്റിംഗ് തിയറം. It states that the pointing vector S=E×H at any point is a measure of the rate of energy flow per unit area at that point. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിൻറ്റിംഗ് വെക്റ്റർ S=E×H ഇൻഡിക്കേറ്റ്സ് ദ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോയിൻറ്റിംഗ് തിയറം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾ എഴുതി നോക്കുമ്പോൾ വരുന്ന ഡൗട്ടുകൾ എന്നെ വിളിച്ച് ചോദിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഇത് അല്ലാതെ നമ്മൾ നോക്കി പഠിച്ചാലൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് എഴുതി നോക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്പോഴും വിളിച്ച് ചോദിക്കണം നിങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് കിട്ടിയത് മനസ്സിലായല്ലോ. ഈ ടേംസ് ഒക്കെ 0 ആയപ്പോഴാണ് അതിങ്ങനെ ആയത്. ഇനി ഇങ്ങനെ ഈ ഇക്വേഷനിൽ നിന്നാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോയത്. അതായത് ഡിക്ക് പകരം ε0E, ബിക്ക് പകരം μ0H, ഇവിടെ ബിക്ക് പകരം μ0H, ഡിക്ക് പകരം ε0E. ഇതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇതെല്ലാം കൊടുത്തിട്ട് ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇക്വേഷൻ നമ്പർ 3യുടെ കേൾ എടുക്കണം. ഡെൽ ക്രോസ് എന്നുള്ള കേൾ എടുക്കണം. കേൾ എടുത്തിട്ട് നമ്മൾ ബാക്കി ഇങ്ങനെ ചെയ്ത് വരിക. അപ്പോൾ ആ സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളത് എഴുതി പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് EM തിയറിയുടെ ടോപ്പിക്സ്.